ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിത് ഫേസ്ബുക്കിൽ കാണുന്ന നിങ്ങൾ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിൽ മണിക്കൂറോളം സ്ക്രോൾ ചെയ്യാറുണ്ടോ? എന്നാൽ വെറുതെ സമയം കളയാതെ അതേ ഫേസ് ഉപയോഗിച്ച് പ്രതിമാസം നല്ലൊരു തുക നിങ്ങളുടെ കയ്യിൽ കിട്ടും, വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഫേസ്ബുക്കിലൂടെ പണം സമ്പാദിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ പണം സമ്പാദിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന വഴികൾ 6 അതിൽ ഒന്നാമത്താണ് ഇൻസ്ട്രീം പരസ്യങ്ങൾ. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതിൻ്റെ ഇടയിൽ കാണിക്കുന്ന പരസ്യങ്ങൾ വഴിയാണ് പ്രധാനമായും പണം ലഭിക്കുന്നത്. ഇതിൻ്റെ നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ പേജിന് കുറഞ്ഞത് 5000 ഫോളോവേഴ്സും കഴിഞ്ഞ 60 ദിവസത്തിനിടെ 60,000 മിനിറ്റ് അയച്ചകാരും, അതായത് വാച്ച് ടൈമും ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ വീഡിയോകൾ ചെയ്യുക. വിനോദം, അറിവ്, പാചകം, ട്രാവൽസ്, വ്ലോഗ് മുതലായവ സ്ഥിരമായി അപ്ലോഡ് ചെയ്യുക. രണ്ടാമത്തെ മാർഗം എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് റീൽസ്. ചെറിയ വീഡിയോകൾ വഴി, അതായത് റീൽസ് വഴി വേഗത്തിൽ റീച്ചും പണവും ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് FB സ്റ്റാർ, നിങ്ങളുടെ റീൽസുകളും ലൈവ് വീഡിയോകളും ഇഷ്ടപ്പെടുന്ന അയച്ചക്കാർക്ക് നിങ്ങൾക്ക് സ്റ്റാർ അയച്ചു തരാൻ കഴിയും. ഒരു സ്റ്റാർ നിശ്ചിത തുക ഫേസ്ബുക്ക് നിങ്ങൾക്ക് നൽകും. പിന്നെ അതിൽ നിന്ന് പെർഫോമൻസ് ബോണസ് പ്രോഗ്രാം, ഫേസ്ബുക്കിൻ്റെ ക്ഷണപ്രകാരം ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണിത്. നിങ്ങളുടെ പോസ്റ്റുകൾക്കും റീൽസുകൾക്കും ലഭിക്കുന്ന എൻഗേജ്മെൻ്റ് അനുസരിച്ച് ബോണസ് തുക ലഭിക്കും. പിന്നെ മൂന്നാമത്തെ മാർഗമാണ് അഫിലിയേറ്റിംഗ് മാർക്കറ്റിംഗ്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയ കമ്പനികളിൽ നിന്ന് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതിൽ ഉൽപ്പന്നങ്ങളുടെ ലിങ്കുകൾ നിങ്ങളുടെ പേജിലോ കുറിപ്പുകളിലോ പങ്കുവെക്കുക. ആ ലിങ്ക് വഴി ആളുകൾ നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ ലഭിക്കും. പിന്നെ നാലാമത്തെ വഴിയാണ് സ്പോൺസർഷിപ്പ്, ബ്രാൻഡഡ് സ്പോൺസർഷിപ്പ്. നിങ്ങളുടെ പേജിനോ ഐഡിയക്കോ നല്ല ഫോളോവേഴ്സ് റീച്ചും ഉണ്ടെങ്കിൽ പ്രമുഖ ബ്രാൻഡുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സമീപിക്കും. ഇതിനായി നിങ്ങൾക്ക് ഒരു വലിയ തുക അവരിൽ നിന്ന് ഈടാക്കാം. അഞ്ചാമത്തെ മാർഗമാണ് സ്വന്തം ബിസിനസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുക. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയും. നിങ്ങളുടെ പക്കലുള്ള സാധനങ്ങൾ, അതായത് വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, ക്രാഫ്റ്റ് സാധനങ്ങൾ മുതലായവ പ്രാദേശികമായി വിൽക്കാൻ മാർക്കറ്റ് പ്ലേസ് സൗജന്യമായി ഉപയോഗിക്കാൻ പറ്റും ഈ മാർക്കറ്റിലൂടെ. പിന്നെയാണ് സ്വന്തമായി ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് വഴി ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ പങ്കുവെച്ച് കസ്റ്റമേഴ്സിനെ കണ്ടെത്താം. ആറാമത്തെയും അവസാനത്തെയും മാർഗമെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ. ഒരു പ്രത്യേക വിഷയത്തിൽ, ഉദാഹരണത്തിന് ടെക്നോളജി, പാചകം, ഫിറ്റ്നസ്, അങ്ങനെ നിങ്ങളുടെ സജീവമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വളർത്തിയെടുക്കുക. അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ മറ്റു കമ്പനികളുടെ പ്രൊമോഷനുകൾ ചെയ്തു വഴി പണം നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും. ഇത്രയാണ് പറയാനുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോകൾ എടുത്ത് സ്വന്തമായ, അതായത് ഒറിജിനൽ കണ്ടൻറ്റ് ഫേസ്ബുക്കിൻ്റെ ഇടുക. ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ പോളിസികൾക്ക് ലംഘിക്കാത്തതുമായ പോസ്റ്റുകൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ബൈ.